നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ കീഴാർനെല്ലി ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ്. കീഴാർനെല്ലി പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ അത് ഇഷ്ടം പോലെ കീഴാർനെല്ലി ഉണ്ട്. അതിൽ നല്ലത് നോക്കിയിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ മേൽഭാഗം ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇലൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ കായ്കൾ നിറച്ചുണ്ടാവും. ഇത് കീഴാർനെല്ലി പോലെ തന്നെ വേറെ ചെടികളുണ്ടാവും. ഇത് പറിച്ച് നോക്കിയാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ കായ്കളുള്ളതാണ് ഒറിജിനൽ കീഴാർനെല്ലി. ഈ ഇല നമുക്ക് ഒരു കല്ല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ ആ കായ്കളും ഇലയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒന്ന് അതിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ചതച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീര് കിട്ടും അതിൻ്റെ. ഈ കീഴാർനെല്ലി മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കീഴാർനെല്ലി. ഇത് തോട്ടത്തിലൊക്കെ നമുക്ക് വെറുതെ ഉണ്ടാവുന്ന സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വളങ്ങൾ ഉണ്ടാക്കാനും പറ്റും. കല്ലുപയോഗിച്ച് നന്നായിട്ട് ചതച്ച് കിട്ടിയിട്ടുണ്ട്. പറമ്പിലേക്ക് കീഴാർനെല്ലി പറിക്കാൻ വന്നതല്ലേ, അപ്പോൾ അത് അവിടെ തന്നെ നിന്ന് ചതക്കലും അതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കിണറിൽ തന്നെ ഒരു ബക്കറ്റ് വെള്ളവും കോരിയെടുത്ത് ഇതിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക്. ഇനി ഇതിലേക്ക് ഈ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന്, ഇപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ട് എല്ലാ പറമ്പിലും ഇതുണ്ടാവും. അപ്പം നമുക്കിത് വെറുതെ കിട്ടണതല്ലേ, ഇതേപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. ഇനി ഇതേപോലത്തെ നല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും വേണം. ഇനി 2 ദിവസം ഇത് ഇങ്ങനെ എടുത്ത് വെക്കുക. 2 ദിവസം കഴിയുമ്പോൾ ഇതെടുത്തിട്ട് എല്ലാ ചെടികൾക്കും, നമ്മളെ വീട്ടിലുള്ള ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കുക. അതിൻ്റെ വേരിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വളരാനും കായ്ക്കാനും എല്ലാം പറ്റുന്ന വളമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.